നമസ്കാരം. ഗുജറാത്തിലെ സൗരാഷ്ട്ര തീരത്ത് ചരിത്രമുറങ്ങുന്ന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങൾ ഭാരതീയ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒന്നായി മാറി. ചടങ്ങുകളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നിർവഹിച്ചു. ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി സോമനാഥൻ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയമാണെന്ന് പ്രഖ്യാപിച്ചു. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതായ സോമനാഥ ക്ഷേത്രം ഭാരതീയ ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. വിദേശ ആക്രമണകാരികളാൽ പലതവണ തകർക്കപ്പെട്ടിട്ടും ഓരോ തവണയും ആ ചാരത്തിൽ നിന്ന് ഈ പുണ്യസങ്കേതം ഉയർത്തെഴുന്നേറ്റു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല വിദേശ ശക്തികളും ഈ ക്ഷേത്രം തകർക്കാൻ വന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. അവർക്ക് കല്ലും മണ്ണും മാത്രം തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ഭാരതീയരുടെ മനസ്സിലെ അചഞ്ചലമായ വിശ്വാസത്തെ തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ തകർക്കാനാവാത്ത വിശ്വാസമാണിന്ന് സോമനാഥനെ പ്രൗഢിയോടെ നിലനിർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക അധിനിവേശത്തിന്റെ ആ കാലഘട്ടം ഭാരതത്തിലെ ആത്മീയ കേന്ദ്രങ്ങളെ തകർത്തെറിയാൻ ശ്രമിച്ചപ്പോൾ ഓരോ തവണയും ആ ചാരത്തിൽ നിന്ന് സോമനാഥ് പുനർജനിച്ചത് സനാതനധർമ്മത്തിന്റെ പരാജയപ്പെടുത്താനാവാത്ത കരുത്തിന്റെ തെളിവാണ്. ഈ ചരിത്രപരമായ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് ഭാരതത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്നും അധിനിവേശ ശക്തികൾ ഏൽപ്പിച്ച മുറിവുകൾ സാംസ്കാരികമായ വീണ്ടെടുപ്പിലൂടെ മാത്രമേ സുഖപ്പെടുകയുള്ളൂവെന്നും ഇന്ന് രാജ്യം തിരിച്ചറിയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ യാത്രയിൽ സോമനാഥത്തിന് സവിശേഷമായ സ്ഥാനമാണുള്ളത്. 1990-ൽ LK അദ്വാനി നടത്തിയ വിഖ്യാതമായ രഥയാത്ര സോമനാഥിൽ നിന്നാണ് ആരംഭിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ സർദാർ വല്ലഭായ് പട്ടേൽ സോമനാഥ് പുനർനിർമ്മിച്ചതുപോലെ അയോധ്യയിലെ രാമക്ഷേത്രവും പുനർനിർമ്മിക്കപ്പെടണമെന്ന വലിയൊരു സാംസ്കാരിക ദൗത്യത്തിനാണ് അന്ന് BJP തുടക്കം കുറിച്ചത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷനായിരിക്കെ സോമനാഥിലെ ഓരോ വികസന പ്രവർത്തനങ്ങളും BJP ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക ദേശീയതയുടെ ഭാഗമാണ്. വിദേശാധിപത്യത്തിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളയുകയും ഭാരതത്തിന്റെ പൗരാണിക പ്രതാപം വീണ്ടെടുക്കുകയും ചെയ്യുക എന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. സോമനാഥിലെ ഈ കുംഭാഭിഷേകം ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ക്ഷേത്രത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കുംഭാഭിഷേക ചടങ്ങുകൾക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആത്മീയ നേതാക്കൾ സാക്ഷ്യം വഹിച്ചു. ഈ വാർഷികാഘോഷം വരാനിരിക്കുന്ന 1000 വർഷത്തേക്കുള്ള ഭാരതത്തിന്റെ വളർച്ചയുടെ തുടക്കമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനെ അമൃതയാത്ര എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്നും മോദിജി കൂട്ടിച്ചേർത്തു. ഭാരതത്തിന്റെ ആത്മീയമായ ഉണർവ് ഓരോ പൗരനും അഭിമാനം നൽകുന്ന ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏകഭാരതം എന്ന സങ്കല്പത്തിന്റെ വലിയൊരു അടയാളമാണ് സോമനാഥ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ആത്മീയ കേന്ദ്രമായി ഇത് മാറിക്കഴിഞ്ഞു. ചരിത്രപരമായ സംഘർഷങ്ങളും പ്രതിരോധത്തിന്റെ കരുത്തും ഭാരതീയ സംസ്കൃതിക്ക് മേൽ നടന്ന കടന്നുകയറ്റങ്ങളുടെയും മതപരമായ അടിച്ചമർത്തലുകളുടെയും കറുത്ത അധ്യായങ്ങൾ സോമനാഥിന്റെ ചരിത്രത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഗസ്നിയിലെ മഹ്മൂദ് മുതൽ ഔറംഗസീബ് വരെയുള്ളവർ ഈ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചത് വെറുമൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല. ഒരു ജനതയുടെ ആത്മവീര്യത്തെയും അവരുടെ മതപരമായ അസ്തിത്വത്തെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ദശകങ്ങളോളം ഭാരതത്തിൽ നിലനിന്നിരുന്ന കപട മതേതരത്വത്തിന്റെ തണലിൽ വിസ്മരിപ്പിക്കപ്പെട്ട ഹിന്ദുസത്വത്തെ വീണ്ടെടുക്കുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. സോമനാഥിൽ ഇന്ന് നടക്കുന്ന ഈ ആഘോഷങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിന്റെയും ശക്തിയുടെയും വിളംബരമാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ഹിന്ദുധർമ്മത്തിന് ലഭിക്കേണ്ട മുൻഗണനയും ആദരവും ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ പൈതൃക കേന്ദ്രങ്ങളും തിരിച്ചെടുക്കപ്പെടുകയാണ്. സനാതനധർമ്മം എന്നത് ഈ രാജ്യത്തിന്റെ ജീവവായുവാണെന്നും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് സോമനാഥിലെ ഓരോ ശിലയും വിളിച്ചു പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീർഘകാലം നിലനിന്ന സാംസ്കാരിക അടിമത്തത്തിന്റെ ചിഹ്നങ്ങളെ ഓരോന്നായി തുടച്ചു നീക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തപ്പെട്ട അധിനിവേശത്തിന്റെ അടയാളങ്ങൾ ഓരോന്നായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഭാരതത്തിന്റെ സ്വാഭിമാനം വീണ്ടെടുക്കലാണ്. വിദേശ ആക്രമണകാരികൾ വിതച്ച വിദ്വേഷത്തിന്റെയും തകർക്കലിന്റെയും ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ഭാരതീയ കലയും സംസ്കാരവും ആത്മീയതയും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. സോമനാഥിൽ തുടങ്ങിയ ഈ ശുദ്ധീകരണ പ്രക്രിയ കാശിയിലും മധുരയിലും അയോധ്യയിലും എല്ലാം തുടരുന്നത് ഒരു ജനത തങ്ങളുടെ പൈതൃകത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. വികസനത്തെയും പാരമ്പര്യത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നവഭാരതത്തിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ ധർമ്മബോധമാണ് വരും തലമുറകളെയും രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. സോമനാഥിലെ തിരമാലകൾക്കൊപ്പം ഭാരതീയരുടെ പുനഃസ്ഥാപനത്തിന്റെ ആരവവും ഇന്ന് ലോകമെമ്പാടും മുഴങ്ങുകയാണ്.
നൂറ്റാണ്ടുകളോളം വിദേശ ശക്തികളുടെ കടന്നുകയറ്റങ്ങൾക്കും കൊള്ളയടിക്കലുകൾക്കും സാക്ഷ്യം വഹിച്ച സോമനാഥിന്റെ മണ്ണിൽ ഇന്ന് ഭാരതീയരുടെ ഗർജനമാണ് മുഴങ്ങുന്നത്. വൈദേശികാധിപത്യത്തിന്റെ അവശേഷിപ്പുകളെ കടപുഴുക്കി എറിയുന്ന ഈ അമൃതയാത്ര വരും തലമുറയ്ക്ക് തങ്ങളുടെ വേരുകളെക്കുറിച്ച് അഭിമാനിക്കാനുള്ള ഊർജ്ജം നൽകുന്നു. അധികാരത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ കണ്ണിലൂടെയല്ല, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു നാഗരികതയുടെ ഉയർത്തെഴുന്നേൽപ്പായാണ് സോമനാഥിലെ ഓരോ ചലനത്തെയും ലോകം ഉറ്റുനോക്കുന്നത്. ആത്മീയമായ കരുത്തും ആധുനികമായ വികസന കാഴ്ചപ്പാടും ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്ന കാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം അടിവരയിടുന്നത്. പൗരാണിക ധർമ്മബോധത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുമെന്ന പ്രഖ്യാപനം ഓരോ ഭാരതീയനിലും ആവേശമുണർത്തുന്നു. തകർക്കപ്പെട്ട ഓരോ ശിലയിലും പുതിയൊരു ചരിത്രം രചിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കരുത്തു പകരുന്ന ഏകഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് കുറയ്ക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഭാരതത്തിന്റെ മണ്ണിൽ ഭാരതീയരുടെ വികാരം തകർക്കാൻ വന്ന വിദേശീയ ആക്രമണകാരികൾ ഇവിടെ ബാക്കി വെച്ചു പോയത് വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മാഭിമാനത്തിന് മേലുള്ള മുറിവുകൾ കൂടിയാണ്. സോമനാഥ് ഇത്രയും പ്രൗഢിയോടെ നിൽക്കുമ്പോൾ അത് കാണിച്ചു തരുന്നത് വലിയ സത്യമാണ്. സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ആരാധനാലയങ്ങൾ തകർത്ത് അവിടെ തങ്ങളുടെ വിജയ ചിഹ്നങ്ങൾ പണിതവർക്ക് കാലം നൽകിയ മറുപടിയാണ് ഇന്നത്തെ സോമനാഥ്. ഇനിയും നമ്മുടെ രാജ്യത്തെ പല പുണ്യഭൂമികളിലും ഇത്തരം അധിനിവേശത്തിന്റെ കറുത്തപാടുകൾ ബാക്കിയുണ്ട്. അവ ഓരോന്നായി മായ്ക്കപ്പെടേണ്ടത് ഏതൊരു ഭാരതീയന്റെയും ആവശ്യം കൂടിയാണ്. കാലങ്ങളായി നമ്മളെ വിഭജിച്ചു ഭരിച്ചവർക്ക് വലിയൊരു മറുപടിയാണ് സോമനാഥിലെ ഈ ജനസാഗരം. നമ്മൾ ഭിന്നിപ്പിച്ച് നിൽക്കുമ്പോഴൊക്കെ വിദേശികൾ വന്ന് നമ്മളെ കൊള്ളയടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥിതി മാറിയിരിക്കുന്നു. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം ഹിന്ദു എന്ന വികാരത്തിൽ ഭാരതം ഒന്നിക്കുമ്പോൾ ലോകം നമ്മളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോമനാഥിലെ ഓരോ മണൽത്തരിക്കും പറയാനുള്ളത് പ്രതിരോധത്തിന്റെ കഥയാണ്. നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും തൊടാൻ വരുന്നവർക്ക് അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. കാശിയും മധുരയും അയോധ്യയും പോലെ സോമനാഥും നമ്മുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമായി ജ്വലിച്ചു നിൽക്കുകയാണ്. സാംസ്കാരികമായ ഈ ഉണർവ് ഓരോ ഗ്രാമത്തിലേക്കും ഓരോ വീട്ടിലേക്കും എത്തണം. എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ കഴിയൂ. ഭാരതീയ സംസ്കാരത്തെ താഴ്ത്തിക്കെട്ടാൻ വർഷങ്ങളോളം ഇവിടെ മതേതരത്വം എന്ന വാക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടു. സ്വന്തം പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വർഗീയതയായി ചിത്രീകരിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ സോമനാഥിലെ കുംഭാഭിഷേകം ആ കപടവാദങ്ങളുടെ മുനയൊടിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ വികസനം എന്നത് കേവലം റോഡും പാലവും പണിയലല്ല, ആ രാജ്യത്തിന്റെ ആത്മാവിനെ കൂടി തൊട്ടുണർത്തലാണ്. നമ്മുടെ പൂർവികർ പൊരുതി വീണത് ഈ മണ്ണ് കാക്കാനാണ്. അവരുടെ ത്യാഗത്തെ മാനിക്കണമെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കപ്പെടണം. സോമനാഥിൽ ഇന്ന് തെളിയുന്ന ദീപങ്ങൾ അന്ധകാരത്തിന്റെ കാലം കഴിഞ്ഞു എന്നതിന്റെ വിളംബരമാണ്. ഇത് ഭാരതത്തിന്റെ യുഗമാണ്, സനാതന ധർമ്മത്തിന്റെ ജൈത്രയാത്രയുടെ യുഗം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അധിനിവേശ ശക്തികൾ സോമനാഥിൽ ഏൽപ്പിച്ച ഓരോ മുറിവും ഇന്ന് ഭാരതീയയുടെ ആത്മവീര്യത്തിന്റെ പ്രകാശമായി മാറിയിരിക്കുന്നു. വരാനിരിക്കുന്ന 1000 വർഷങ്ങളിലേക്ക് ഭാരതത്തെ നയിക്കാൻ പോകുന്ന ആത്മീയവും ധാർമ്മികവുമായ കരുത്തിന്റെ പ്രഭവ കേന്ദ്രമായി സോമനാഥ് എന്നും ജ്വലിച്ചു നിൽക്കും. അഭേദ്യമായ വിശ്വാസവും അചഞ്ചലമായ ദേശസ്നേഹവും ഒത്തുചേർന്ന ഈ പുണ്യഭൂമിയിൽ നിന്ന് പ്രധാനമന്ത്രി മുഴക്കിയ വാക്കുകൾ നവഭാരതത്തിന്റെ പ്രഖ്യാപനമാണ്. അടിമത്തത്തിന്റെ എല്ലാ അടയാളങ്ങളെയും പിഴുതെറിഞ്ഞ് സ്വന്തം പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനതയാണ് ഇന്ന് ലോകം കാണുന്നത്. സോമനാഥിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ കുംഭാഭിഷേകം ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള മഹത്തായ യജ്ഞത്തിന്റെ പൂർത്തീകരണമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.